ലണ്ടനിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സൗദി അറേബ്യൻ രാജകുമാരന്റെ മരണത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സൗദി രാജകുടുംബാംഗമായിട്ടുള്ള 31കാരനായിട്ടുള്ള പ്രിൻസ് അബ്ദുള്ള ബിൻ ഫഹദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് ബിൻ അലവി അൽ സൗദിന്റെ ദുരൂഹ മരണത്തിൽ ലണ്ടൻ കോടതി ഒരു പ്രധാന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് കോടതി നടത്തിയ ഔദ്യോഗിക അന്വേഷണത്തിനൊടുവിൽ സൗദി രാജകുമാരന്റെ മരണം ക്രിമിനൽ ഗൂഢാലോചനയോ കൊലപാതകമോ അല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറിച്ച് സൗദി അറേബ്യയിലെ രാജകുമാരൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു എന്നാണ് കോടതി പറയുന്നത്. മയക്കുമരുന്നും മദ്യവും കൂട്ടിക്കിഴിച്ച് ഒരു പ്രത്യേക മിശ്രിതം കഴിച്ചതിനാലാണ് അതിൻ്റെ അപകടമാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ജഡ്ജി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. നവംബർ 25 ലണ്ടനിലെ പ്രശസ്തമായിട്ടുള്ള ലൈൻസ്ബറോ ഹോട്ടലിലാണ് സംഭവം നടന്നത്. സൗദി രാജകുമാരൻ അബ്ദുള്ള ഹോട്ടലിലെ 600 പൗണ്ട് വിലയുള്ള സ്യൂട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അദ്ദേഹത്തെ മുറിയിൽ അബോധാവസ്ഥയിലും ചലനരഹിതമായും കണ്ടെത്തിയപ്പോൾ ഒരു അടിയന്തര മെഡിക്കൽ സംഘത്തെ വിളിച്ചു. പാരാമെഡിക്കലുകളും ഡോക്ടർമാരും അദ്ദേഹത്തെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി പ്രഖ്യാപിച്ചു. മധ്യ ലണ്ടനിലെ രാജകുടുംബത്തിലെ ഒരു യുവ അംഗത്തിൻ്റെ പെട്ടെന്നുള്ള മരണം അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമായി. ബ്രിട്ടീഷ് പോലീസും ഫോറൻസിക് സംഘവും അടിയന്തരമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വെസ്റ്റ്മിനിസ്റ്റർ കൊറോണസ് കോടതിയിൽ നടന്ന വാദം കേൾക്കുന്നതിനിടെ രാജകുമാരൻ്റെ പോസ്റ്റ്മോർട്ടം ടോക്സിക്കോളജി റിപ്പോർട്ടുകൾ ഹാജരാക്കി. അബ്ദുള്ള രാജകുമാരൻ്റെ ശരീരത്തിൽ വലിയ അളവിൽ നിരോധിത മരുന്നുകളുടെയും മദ്യത്തിൻ്റെയും അംശം കണ്ടെത്തിയതായി ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.